വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് MySQL ഒരു അപ്ഡേറ്റ് ക്വറി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് ഒരു നിലവിൽ ഡാറ്റ ഉണ്ട്, റോള് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയിൽ ഏതെങ്കിലും ഫീൽഡ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് MySQLന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്വറി ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള അപ്ഡേറ്റ് ക്വറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റ് കമാൻഡ് കൊടുത്ത് സ്പേസ് ഇട്ട് ടേബിളിന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് അടുത്ത ലൈനിലുമായിട്ട് സെറ്റ് ഓരോ കോളം അതിന്റെ വാല്യൂ കോമ സെപ്പറേറ്റ് എടുക്കും. കോളം 1 ഈക്വൽ ടു വാല്യൂ 1, കോളം 2 ഈക്വൽ ടു വാല്യൂ 2, അങ്ങനെ എത്ര ഉണ്ടോ അത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്പേസ് ഇട്ട് ലാസ്റ്റ് സെമി കോളം വേണ്ട, സ്പേസ് ഇട്ടിട്ട് ആ ഒരു വേർ കണ്ടീഷൻ, എന്തെങ്കിലും വേർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷന് കൂടെ കൊടുക്കുക. അതായത് ഇന്നൊരു കണ്ടീഷനിലുള്ള റെക്കോർഡാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വേർ കണ്ടീഷന് കൂടെ കൊടുക്കും. അപ്പൊ അതിനുള്ള ഒരു ബേസിക് കമാൻഡ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ടേബിൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് ഞാൻ ഒരു എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജോബ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെന്റ്, സാലറി. വാല്യൂസ് എന്താണ്? മുഹമ്മദ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഷഫീഖ്, ജോബ് ടൈറ്റിൽ ഡെവലപ്പർ ആണ്, ഡിപ്പാർട്ട്മെന്റ് IT, സാലറി 75,000. അപ്പൊ ആ ഒരു ഡാറ്റയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു, റൺ കറണ്ട്. അപ്പൊ ആ ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എംപ്ലോയി ടേബിളിൽ ഒന്ന് ആ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷഫീഖ്, ആ ഒരു ഓട്ടോ ഇൻക്രിമെന്റ് ID സെക്കൻഡ് ആയിട്ട് 2 ആയിട്ടുണ്ട് ഇവിടെ. ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വറി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് എംപ്ലോയീസ്, ഏത് ടേബിൾ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എംപ്ലോയീസ് ആണ്. ടേബിളിന്റെ നെയിം കൊടുത്തു. എന്നിട്ട് ഏത് ഫീൽഡ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സെറ്റ് ജോബ് ടൈറ്റിൽ. അതായത് ഈ ഒരു ഷഫീഖിന് എന്താണ് പ്രൊമോഷൻ കിട്ടി, ഡെവലപ്പർ ആയിരുന്ന ഷഫീഖിന് സീനിയർ ഡെവലപ്പർ ആയിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? ആ ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാണ്. സെറ്റ് ജോബ് ടൈറ്റിൽ ഈക്വൽ ടു സീനിയർ ഡെവലപ്പർ. വേർ കണ്ടീഷൻ കൊടുക്കണം. നമ്മൾ ജസ്റ്റ് സീനിയർ ഡെവലപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടേബിൾസും അപ്ഡേറ്റ് ആവും. അപ്പൊ നമ്മൾ വേർ കണ്ടീഷൻ കൊടുക്കണം. ഫസ്റ്റ് നെയിം ഈക്വൽ ടു മുഹമ്മദ് ആൻഡ് ലാസ്റ്റ് നെയിം ഈക്വൽ ടു ഷഫീഖ്. മുഹമ്മദ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നെയിമും ഷഫീഖ് എന്ന് പറഞ്ഞ ലാസ്റ്റ് നെയിമും ഉള്ള റെക്കോർഡിനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. റൺ കൊടുത്തു, ക്വറി ഓക്കെ ആണ്. ഇവിടെ വന്ന് നമ്മൾ റീഫ്രഷ് ചെയ്തപ്പോൾ ജോബ് ടൈറ്റിൽ ഷഫീഖിന്റെ ജോബ് ടൈറ്റിൽ മാറിയിട്ട് സീനിയർ ഡെവലപ്പർ ആയി. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ബേസിക് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വേർ കണ്ടീഷൻ ഒഴിവാക്കി നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. വേർ കണ്ടീഷൻ ഞാൻ ഒഴിവാക്കി, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. റൺ കറണ്ട് കൊടുത്തു, ഇവിടെ വന്നു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ ഡാറ്റാബേസിൽ എല്ലാ ഡാറ്റയും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് എനിക്കിപ്പോൾ ഇവിടെ 2 റെക്കോർഡ് മാത്രമേ ഉള്ളൂ. ആ 2 റെക്കോർഡിനും ജോബ് ടൈറ്റിൽ മാറി സീനിയർ ഡെവലപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ക്വറി എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മാക്സിമം എത്രയൊക്കെ കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് നെയിം മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഫസ്റ്റ് നെയിമിലുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, അവർക്കൊക്കെ അപ്ഡേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കണ്ടീഷൻ വേർ കണ്ടീഷനിൽ ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു സീനിയർ നമ്മൾ നേരത്തെ കൊടുത്ത ഒരു വേർ കണ്ടീഷൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വെച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെയ്തത് അല്ലെ. റിയലിസ്റ്റിക്കലി അത് എക്സാമ്പിൾ മാത്രമാണ്. റിയലിസ്റ്റിക്കലി നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു പ്രൈമറി കീ ഉപയോഗിച്ച് മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ പാസ് ചെയ്യും, ഓക്കെ ഷഫീഖിന്റെ ID ഇതാണ്, ഈ ഒരു ID ഉള്ള ആ ഒരു റെക്കോർഡിനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പാസ്. അപ്പൊ 2, അപ്പൊ ID 2 ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഞാനിവിടെ മാറ്റിയിട്ട് മാനേജർ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും മുഹമ്മദ് ഷഫീഖിന്. അപ്പൊ മുഹമ്മദ് ഷഫീഖിന്റെ ID ഏതാണെന്നുള്ളത് നമുക്ക് സോഫ്റ്റ്വെയർ ബാക്ക് എൻഡ് API നമുക്ക് ക്വറിയിലേക്ക് പാസ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് കിട്ടുന്ന 2 ആണെന്ന് വിചാരിക്കും. അപ്പൊ വേർ ID ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ID ഉള്ള എംപ്ലോയിന്റെ ജോബ് ടൈറ്റിൽ മാറ്റിയിട്ട് മാനേജർ എന്നാക്കി മാറ്റാണ്. അപ്പൊ നമുക്ക് എംപ്ലോയി ID ആണ് ഇവിടെ ഉള്ളത്. എംപ്ലോയി ID ഈക്വൽ ടു 2 റൺ ചെയ്തു. അപ്പൊ 1 റോ എഫക്റ്റഡ്. ഇവിടെ വന്ന് എംപ്ലോയി ടേബിളിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ജോബ് ടൈറ്റിൽ മാനേജർ എന്നായിട്ടുള്ളത് മുഹമ്മദ് ഷഫീഖിന് തന്നെയാണ്. പക്ഷെ നമ്മൾ മുഹമ്മദ് ഷഫീഖിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, ആ ഒരു ID എടുത്തെടുത്തു. അപ്പൊ എപ്പോഴും അത് സേഫ് ആണ്. നമുക്ക് മുഹമ്മദ് ഷഫീഖ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒരേ പേരുള്ള ആളുകളും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡാറ്റ അങ്ങനത്തെ രീതിയിൽ ചെക്ക് ചെയ്യണം. ഫ്യൂച്ചറിലായാലും നിലവിലാണെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ ക്വറി എപ്പോഴും സേഫ് ആയിരിക്കണം. എംപ്ലോയി ID 2 എന്നുള്ളത് ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, പ്രൈമറി കീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ 2 എന്ന് പറഞ്ഞ ID റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഞാൻ 2 ജസ്റ്റ് കൊടുത്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള എറർ വരും. അപ്പൊ അതവിടെ സേവ് ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഡേറ്റിൽ കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷനിൽ തന്നെ ഇങ്ങനത്തെ പ്രൈമറി കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യൂണീക്ക് കീ ഉപയോഗിച്ചോ മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ.